ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ഷൈൻ അക്കാഡമി. നമ്മൾ ഇന്ന് ടു എന്ന് പറയുന്ന ഈ ഒരു ചെറിയ വേർഡിൻ്റെ 4 പ്രധാനപ്പെട്ട ഉപയോഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കാരണം നമ്മൾ മറ്റൊരാളോട് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും ടു എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോന്നോരോന്നും നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ടുവിൻ്റെ ഉപയോഗമാണ് മൂവ്മെൻറ്റ് ടു ഡെസ്റ്റിനേഷൻ. എന്താണ് മൂവ്മെൻറ്റ് ടു ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ചലനം. ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ചലനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവിടെ ടു ആണ് ചേർക്കേണ്ടത്. എന്താ കാരണം അറിയോ? ഞാൻ പറയാം. ഈ ഉദാഹരണം പറയാം. ഐ ആം ഗോയിങ് ടു മൈ ഫ്രണ്ട്, അല്ലെങ്കിൽ ഐ ആം കമ്മിങ് ടു യു. ഐ ആം കമ്മിങ് ടു യു. ഞാൻ നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യു ആർ മൈ ഡെസ്റ്റിനേഷൻ. നിങ്ങളാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ, നിങ്ങളാണ് എൻ്റെ ഫിനിഷ് പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ചലനത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ടു ആണ് ചേർക്കേണ്ടത്. ഡെസ്റ്റിനേഷനെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫിനിഷ് പോയിന്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടു ആണ് ഉപയോഗിക്കാറ്. അതൊരു വ്യക്തിയാവാം. ഈ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞല്ലോ, ഇതൊരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേരാവാം. ഇപ്പം ഞാൻ പറയാണ്, ഐ ആം ഗോയിങ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. ഐ ആം ഗോയിങ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ റെയിൽവേ സ്റ്റേഷനാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനാണ് എൻ്റെ ഫിനിഷ് പോയിന്റ്. ഐ ആം ഗോയിങ് ടു ഹെർ. ഐ ആം ഗോയിങ് ടു ഹെർ. ഞാൻ അവളുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ. ഷീ ഈസ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് ഷീ ഈസ് മൈ ഫിനിഷിംഗ് പോയിന്റ്. അപ്പോൾ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ചലനത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? ടു ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. രണ്ടാമത്തെ ഉപയോഗമാണ്. ഇവിടെ ഒരു ഉദാഹരണമുണ്ട്. ഷീ ഹാസ് ഗോൺ ടു ഹെർ ഫ്രണ്ട്. ഷീ ഹാസ് ഗോൺ ടു ഹെർ ഫ്രണ്ട്. ഇവിടെ അവൾ അവളുടെ കൂട്ടുകാരിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആരാണ് ഡെസ്റ്റിനേഷൻ? ഡെസ്റ്റിനേഷനാണ്, അല്ലെങ്കിൽ ഫിനിഷ് പോയിന്റ് ആണ് ഹെർ ഫ്രണ്ട്, അവളുടെ കൂട്ടുകാരി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. രണ്ടാമത്തെ ഉപയോഗമാണ് ടുവിൻ്റെ. എന്താണ് ഡയറക്ഷൻ. എന്താണ് ഡയറക്ഷൻ? ദിശ. നമ്മൾ ആർക്കെങ്കിലും ദിശ കാണിക്കണം, അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കുക? നമ്മൾ ടു ആണ് ഉപയോഗിക്കാറ്. ഞാൻ പറയാണ്, ഗോ ടു ദാറ്റ് ഷോപ്പ്. ഉണ്ടോ? ഗോ ടു ദാറ്റ് ഷോപ്പ്. ആ കടയിലേക്ക് പോകൂ. അത് ഞാൻ പറയാണ്, കം ടു മീ. കം ടു മീ. എന്നിലേക്ക് വരൂ. കം ടു മീ. അല്ലെങ്കിൽ ഗോ ടു ഹെർ. അവളിലേക്ക് പോകൂ. ഗോ ടു യുവർ ഫാദർ. ഗോ ടു ഫാദർ. നിങ്ങളുടെ ഫാദറിലേക്ക് പോകൂ, അല്ലെങ്കിൽ ഫാദറിൻ്റെ അടുത്തേക്ക് പോകൂ. ഇതുപോലെ നമ്മൾ ദിശയെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക ടു ആണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ഗോ ടു ദാറ്റ് ഷോപ്പ്. ഞാൻ പറയുകയാണ്, ഇവിടെ ടു എന്ന് പറയുന്ന വേർഡിന് പകരം ഞാൻ ടുവേർഡ്സ് ചേർക്കുകയാണെങ്കിലോ? ടുവേർഡ്സ്. ഉണ്ടോ? ടുവേർഡ്സ് ചേർത്തു. ഗോ ടുവേർഡ്സ് ദാറ്റ് ഷോപ്പ്. ഗോ ടുവേർഡ്സ് ദാറ്റ് ഷോപ്പ്. ഇവിടെ ടു ചേർത്ത് കഴിഞ്ഞാൽ ഷോപ്പാണ്, ഈ ഒരു കടയാണ് എൻ്റെ ഫിനിഷിംഗ് പോയിന്റ്. എൻ്റെ ഫിനിഷ് പോയിന്റ് കടയാണ്. ആദ്യം അവിടെ പോകണം. ഗോ ടു ദാറ്റ് ഷോപ്പ്. ഗോ ടു ദാറ്റ് ഷോപ്പ്. അവിടെ പോകൂ, ആ കടയിലേക്ക് പോകൂ. അതല്ല, ഞാൻ ടു എന്ന് പറയുന്ന വേർഡിന് പകരം ടുവേർഡ്സ് ചേർക്കണമെങ്കിലോ? ഇവിടെ ഫിനിഷിംഗ് പോയിന്റ് ഷോപ്പല്ല, കടയല്ല. ഇവിടെ ഫിനിഷിംഗ് പോയിന്റ് കടയുടെ മുന്നെയാണ്. കടയുടെ മുന്നെയാണ്. ഞാൻ പറയാണ്, ഐ ആം ഗോയിങ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ ഡെസ്റ്റിനേഷൻ എന്താണ്? റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ടു ഒഴിവാക്കി ഞാൻ പറയാണ്, ഐ ആം ഗോയിങ് ടുവേർഡ്സ് ദ റെയിൽവേ സ്റ്റേഷൻ. ഐ ആം ഗോയിങ് ടുവേർഡ്സ് ദ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഞാൻ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കല്ല, അതിന് മുന്നേ എനിക്ക് വേറെ ആരെയോ കാണാനുണ്ട്. എൻ്റെ ലക്ഷ്യം റെയിൽവേ സ്റ്റേഷൻ അല്ല, അതിന് മുന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ടുവേർഡ്സ് ചേർത്തു. ഓക്കെ, ടുവേർഡ്സ് ചേർത്ത് കഴിഞ്ഞാൽ ലക്ഷ്യം മാറി, മീനിങ് മാറി. ഓക്കെ, ലക്ഷ്യം അവിടെ ഡെസ്റ്റിനേഷൻ അതല്ല എന്നായി. ക്ലിയർ? അപ്പോൾ ഗോ ടു ദാറ്റ് ഷോപ്പ് ഒന്നാമതാണ് നമ്മുടെ ലക്ഷ്യത്തേക്കുള്ള ചലനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ടു ചേർക്കാറുണ്ട്. രണ്ടാമതാണ് ദിശ, ഡയറക്ഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ടു ചേർക്കാറുണ്ട്. ഇനി അടുത്തതാണ് റെസിപ്പിയൻറ്റ്. റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ സ്വീകരിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച്, ആ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ടു ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ പറയാണ്, ഞാൻ നിങ്ങൾക്ക് 100 രൂപ തന്നു. ഐ ഹാവ് ഗിവൺ 100 rupees. ഐ ഹാവ് ഗിവൺ 100 rupees. ആർക്കാണ്? നിങ്ങൾക്കാണ്. ടു യു, നിങ്ങൾക്ക്. ടു യു, ടു യു, ടു ഹെർ, ടു ഹിം, അല്ലെങ്കിൽ ടു രാഹുൽ. ഞാൻ രാഹുലിന് 100 രൂപ കൊടുത്തു. ഐ ഹാവ് ഗിവൺ 100 rupees ടു രാഹുൽ. അതുപോലെ നമ്മൾ സ്വീകരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ടു നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു സാധനം നൽകുമ്പോൾ. ഇപ്പം ഞാൻ പറയാണ്, ഐ ഹാവ് ഗിവൺ എ പെൻ ടു യു. ഐ ഹാവ് ഗിവൺ എ പെൻ. ഞാനൊരു പേന നൽകി. ആർക്കാണ് നൽകിയത്? ടു യു, നിങ്ങൾക്കാണ്. അപ്പോൾ യു റിസീവറെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇത് ടു ചേർത്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്,
വെർബിന് ശേഷം കണ്ടോ, ഈ ഒരു വെർബിന് ശേഷം ഇവിടെ ഒരു ഒബ്ജക്റ്റ് വന്നു. അതുകൊണ്ടാണ് നമ്മൾ കണ്ടോ വെർബിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് റിസീവർ വരാൻ പാടില്ല. അങ്ങനെ റിസീവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ടു ചേർക്കരുത്. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ ഇതേ സെൻറ്റൻസിനെ ഞാൻ എഴുതാണ് ഐ ഹാവ് ഗിവൺ. ഈ ഗിവൺ എന്ന് പറയുന്ന വേർഡിന് ശേഷമാണ് ഞാൻ റിസീവർ ചേർക്കുന്നതെങ്കിൽ അവിടെ പിന്നെ ടു ചേർക്കരുത്. ഐ ഹാവ് ഗിവൺ ടു യു എന്ന് പറയരുത്. അവിടെ നിന്ന് പറയണം ഐ ഹാവ് ഗിവൺ യു എന്ന് പറയണം. ഓക്കെ, അങ്ങനെയല്ല, നമ്മൾ ഗിവൺ എന്ന് പറയുന്ന വേർഡിന് ശേഷം നമ്മൾ ചേർക്കുകയാണ് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ചേർക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നീട് ചേർക്കുമ്പോൾ റിസീവർ പിന്നീട് ചേർക്കുമ്പോൾ അവിടെ ടു ചേർത്തിരിക്കണം. ഐ ഹാവ് ഗിവൺ എ പെൻ ടു യു. ഇപ്പം ഞാൻ പറയാണ് ഐ ഹാവ് ഗിഫ്റ്റഡ് എ കാർ. ഞാനൊരു കാർ ഗിഫ്റ്റ് ചെയ്തു. ആർക്ക്? നിങ്ങൾക്ക്. അപ്പോൾ അവിടെ ടു ചേർക്കണം. ഐ ഹാവ് ഗിഫ്റ്റഡ് എ കാർ ടു യു. ഇനി ഇതേ സെൻറ്റൻസിനെ പറയാം ഐ ഹാവ് ഗിഫ്റ്റഡ് യു. ഐ ഹാവ് ഗിഫ്റ്റഡ്. ഇവിടെ ഗിഫ്റ്റഡ് എന്ന് പറയുന്നത് എന്താണ്? വെർബാണ്. ഈ വെർബിന് ശേഷം റിസീവർ ചേർക്കുമ്പോൾ അവിടെ പിന്നെ നിങ്ങൾ ടു ചേർക്കരുത്. ഇപ്പം ഞാൻ പറയാണ് ഐ ഗിഫ്റ്റഡ്. ഗിഫ്റ്റ് എന്നാണ് വേറെ സെക്കൻഡ് ഫോം ആണ്, വെർബാണ്. ഞാൻ നൽകി. ഓക്കെ, ഞാൻ ഗിഫ്റ്റ് ചെയ്തു. എന്ത് ആർക്ക് ചെയ്തു? യു. അപ്പോൾ ഗിഫ്റ്റഡ് എന്ന് പറയുന്ന വെർബിന് ശേഷമാണ് റിസീവർ ചേർക്കുന്നെങ്കിലോ അവിടെ പിന്നെ ടു ചേർക്കരുത്. ടു ചേർക്കാതെ യു എഴുതണം. അതല്ല, നമ്മൾ എന്താണോ ഗിഫ്റ്റ് ചെയ്യുന്നത് അതാണ് ആദ്യം വരുന്നെങ്കിലോ ഐ ഗിഫ്റ്റഡ് എ കാർ. പിന്നീട് എഴുതുമ്പോൾ അവിടെ ടു വന്നിരിക്കണം, നിർബന്ധമാണ്. അവിടെ ടു വന്നിരിക്കണം, നിർബന്ധമാണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മൾ റിസീവറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടു ഉപയോഗിക്കാറുണ്ട്, അത് മറക്കരുത്. ഇനി നമ്മുടെ അടുത്ത ഉപയോഗമാണ് പർപ്പസ്. എന്താണ് പർപ്പസ്? പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശം. നമ്മൾ നമ്മുടെ ഉദ്ദേശത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ടു ആണ് ചേർക്കേണ്ടത്. ടു പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം. ഇപ്പോൾ ഞാൻ പറയാണ് ഐ വെന്റ് ടു ദ പാർക്ക് ടു പ്ലേ ക്രിക്കറ്റ്. ഈ ഒരു സെൻറ്റൻസിൽ 2 തവണ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ടു ഉപയോഗിച്ചു അല്ലേ? നമ്മൾ ഒന്നാമതായിട്ട് ഉപയോഗിച്ചത് എന്താണ്? അതാണ് മൂവ്മെൻറ്റ് ടു ഡെസ്റ്റിനേഷൻ, ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ചലനം അല്ലേ? രണ്ടാമതാണ് ഇവിടെ നോക്കണം. രണ്ടാമതാണ് നമ്മുടെ എന്ത്? പർപ്പസ്. ഉണ്ടോ? ഐ വെന്റ് ടു ദ പാർക്ക്. ഞാൻ പാർക്കിൽ പോയി. എന്തിനാണ് പാർക്കിൽ പോയത്? എൻ്റെ പർപ്പസ് എന്താണ്? എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് പാർക്കിൽ പോയത്? കളിക്കാൻ വേണ്ടി അല്ലേ? അപ്പം നമ്മുടെ പർപ്പസാണ് കളിക്കാൻ വേണ്ടി. അപ്പം പർപ്പസിനെ കളിക്കുമ്പോൾ എന്താ ഉപയോഗിക്കുക? ടു പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഐ വെന്റ് ടു ദ പാർക്ക് ടു പ്ലേ ക്രിക്കറ്റ്. ഇവിടെ ടൂവിന് പകരം നിങ്ങൾ ഫോർ ചേർക്കരുത്. ഇങ്ങനെ ഫോർ പ്ലേയിങ് ഇങ്ങനെ പറഞ്ഞൂടെ? ഐ വെന്റ് ടു ദ പാർക്ക് ഫോർ പ്ലേയിങ് തെറ്റാണ്. ഇങ്ങനെ ഫോർ പ്ലേയിങ് ചേർക്കരുത്. അതിന് കാരണം നമ്മൾ പർപ്പസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ 4+ അല്ല ചേർക്കേണ്ടത്, 2+ വെർബ് ഫസ്റ്റ് ഫോം ആണ്. ഓക്കെ, അല്ലാതെ 2+ നൗൺ ചേർക്കരുത്. ഓക്കെ, 2+ വെർബ് ing ഫോം. ഐ വെന്റ് ടു ദ പാർക്ക് ടു പ്ലേ ക്രിക്കറ്റ്. അപ്പോൾ ഞാൻ പറയാണ് ഐ വെന്റ് ടു ദ മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിൽ പോയി. എന്തിനാണ് പോയത്? എന്താണ് എൻ്റെ പർപ്പസ്? ഉദ്ദേശം എന്താണ്? സാധനം വാങ്ങുക. ടു ബൈ തിങ്സ്. അവിടെ ഫോർ ബൈ എന്ന് പറയരുത്. ഓക്കെ, ടു ബൈ തിങ്സ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി വിചാരിക്കുന്നു. എന്തൊക്കെയാണ് പഠിച്ചത് നമ്മൾ? ഒന്നാമതാണ് മൂവ്മെൻറ്റ് ടു ഡെസ്റ്റിനേഷൻ അല്ലേ? രണ്ടാമതാണ് ദിശയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡയറക്ഷൻ. മൂന്നാമതാണ് റെസിപ്പിയൻറ്റ്, റിസീവറിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നാലാമതാണ് പർപ്പസ്, ഉദ്ദേശത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ടു ഉപയോഗിക്കാറുണ്ട്. ഇനി നിങ്ങളൊരു 3-4 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സ് അയക്കുക, ഞാൻ ചെക്ക് ചെയ്തോളാം. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു എവരിവൺ.